അപ്പോൾ എല്ലാവർക്കും ജൊവീന ജുവൽ വണ്ടേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഈ വീഡിയോ നിങ്ങൾ നാളെ ആയിരിക്കും കാണാൻ പോകുന്നത്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടൻ എന്നെ ഒത്തിരി കളിയാക്കി. എന്തിനാണെന്ന് അറിയാമോ? അതായത് ഞാൻ രാവിലെ കാപ്പി കുടിക്കുന്നതൊക്കെ ആൾക്കാരാ കാണുന്നത്. കാപ്പി ഇട്ടു ഷോർട്ട് വീഡിയോ കേട്ടോ. എന്നിട്ട് ചേട്ടനെ ഏഞ്ചലിൽ ഒരു സൈഡാക്കി കിടത്തി ഉറക്കി എന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ. ചേട്ടൻ അങ്ങനെ അതും പറഞ്ഞൊന്ന് കളിയാക്കൊക്കെ വരുന്നു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വോട്ട് ചെയ്യണം കേട്ടോ, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ. അപ്പം ഞാൻ അടുത്ത വെയിറ്റ് ലോസിൻ്റെ ടിപ്സും ഡയബറ്റിക്കാർക്കുള്ളതും ക്യാൻസറുകാർക്കുള്ളതും ഒക്കെ എല്ലാമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. പുതിയ പുതിയ ടോപ്പിക്കുകളായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇന്ന് ചേട്ടനൊക്കെ ഉള്ളതല്ലേ, അപ്പം ഞാൻ വിചാരിച്ച് എന്തായിരുന്നാലും ഇന്ന് ഒരു റിലാക്സ്ഡ് ആയിട്ട് എന്തെങ്കിലും എടുക്കാം. മറ്റേതൊക്കെ ആകുമ്പോൾ നമ്മൾ ഇരുന്ന് അതിൻ്റെ നോട്ട്സൊക്കെ നോക്കണ്ടേ, കുറച്ച് പണിയാണ്. അപ്പം ഇന്ന് ഒത്തിരി റിലാക്സ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്, നാളെ മുതൽ സെപ്റ്റംബർ 5 മുതൽ ഞാൻ എൻ്റെ വെയിറ്റ് ഒരു 7 kg കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. 7 അല്ലെങ്കിൽ ഒരു 5 kg എങ്കിലും കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കും. 5 kg മിനിമം, 7 kg മാക്സിമം കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ നാളെ മുതൽ ഞാൻ അടുത്ത ഫാസ്റ്റിങ്ങിലോട്ട് കയറുവാണ്. എത്ര ദിവസത്തേക്കാണ് ഫാസ്റ്റിംഗ് എന്ന് എനിക്ക് അറിയില്ല. വാട്ടർ ഫാസ്റ്റ് ആണ് കേട്ടോ, ഞാൻ പറഞ്ഞത് അറിയാലോ. അപ്പോൾ ഞാൻ എൻ്റെ ബോഡി സമ്മതിക്കുന്ന കണക്ക് ഞാൻ വാട്ടർ ഫാസ്റ്റിലോട്ട് പോവാണ്. കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ചയും ജിമ്മിൽ പോയില്ല, വയ്യാതെയൊക്കെ ആയിട്ട്. ഈ ദിവസം വരെയും പോയിട്ടില്ല. നാളെ തൊട്ട് ജിമ്മിൽ പോവും. ഏഞ്ചൽ നാളെ തൊട്ട് സ്കൂളിൽ പോയി തുടങ്ങും. ചേട്ടൻ ജോലിക്ക് പോവും. പിന്നെ പഴയ റൊട്ടീനായി തിരക്കായി യൂട്യൂബും കാര്യങ്ങളും ഒട്ടൊക്കെ ഇങ്ങ് തിരക്കാവും. ഇത്രയും ദിവസം വീട്ടിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഏഞ്ചലും പോകാത്തതുകൊണ്ട് എനിക്ക് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കിയിരുന്നു എൻ്റെ വെയിറ്റ് ഒക്കെ കുറയുന്നത് കേട്ടോ. അപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ നിങ്ങൾ ചെയ്യണം. ആരും ബാക്കിലോട്ട് പോകരുത്. ഞാൻ പറഞ്ഞ ബുക്കെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് വാങ്ങുക. ആ ബുക്കില് കേട്ടോ, ഫാസ്റ്റ് ലൈക്ക് എ ഗേൾ എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങണം. ഞാൻ അത് വാങ്ങിയിട്ടില്ലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ഈ ബുക്കാണെന്ന്. പക്ഷെ എനിക്ക് തോന്നി ഞാൻ നിങ്ങളുടെ അടുത്ത് വാങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ വാങ്ങാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ ബുക്ക് വാങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ്ട് കണ്ടോ, ഫാസ്റ്റ് ലൈക്ക് എ ഗേൾ ബുക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഇരുന്ന് വായിക്കണം. വായനാശീലം ഇല്ലാത്ത ഞാൻ ഇനി ഇരുന്ന് വായിക്കണം. കാരണം എനിക്കിത് വായിക്കുമ്പോൾ നമുക്ക് മറ്റേതാകുമ്പോഴത്തേക്കും കണ്ണെൻ്റെത് പോകും കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഈ വായിക്കാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇത് ഒക്കെ നോക്കിയിട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാം. ഓരോ ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ് ഒക്കെ. ഇന്നിപ്പോൾ ചേട്ടൻ ഉള്ളതുകൊണ്ടൊന്ന് റിലാക്സ് ചെയ്യാനാണ് കേട്ടോ ഇന്ന് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പം നമുക്ക് ബിരിയാണിയിലോട്ട് പോകാം. പിന്നെ എല്ലാവർക്കും ഇപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാകാൻ അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും എൻ്റെ തട്ടിക്കൂട്ട് ബിരിയാണി നിങ്ങൾക്ക് ഒന്ന് കാണാം കേട്ടോ. അപ്പം ഞാനിവിടെ ചോറ് ഓൾറെഡി വെള്ളത്തിലൊക്കെ ആക്കി ഞാനത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ വെള്ളം വെച്ചിരിക്കുകയാണ് വെയിറ്റിന് വേണ്ടി കേട്ടോ. അപ്പം ഇതിലാണ് ഞാൻ ബിരിയാണി വെച്ചിരിക്കുന്നത്. അതായത് 2 കപ്പിന് ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ. ജീരകശാല റൈസാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ ഇതുപോലെ ഒരു ദോശ ചുടുന്ന ഇതിലാണ് ഞാൻ പാത്രം ലോ ഫ്ലെയിമിലിട്ട് ഞാൻ വെച്ചിരിക്കുവാണ് കേട്ടോ. അപ്പം ഇനിയിപ്പം നമുക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ വറുത്തെടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു ചായ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ വൈകിട്ട് 8 മണിക്കാണ് ചായ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ വൈകിട്ടാണ് ചായ കുടിക്കുന്നെങ്കിൽ കുടിക്കുന്നത് കേട്ടോ. അപ്പം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ വറുക്കുവാണ്. നമ്മുടെ ഇത് വറന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇത് മാറ്റുവാണേ. അപ്പോൾ ഇനി ചട്ടി ഞാനൊന്ന് തുടച്ചെടുക്കുവാണ്. കാരണം എൻ്റെ മറ്റേ എണ്ണയില്ല, വെളിച്ചെണ്ണയാണ് ഇരിക്കുന്നത്. അപ്പം നെയ്യിൻ്റെ കൂടെ എണ്ണ ഇട്ടാലേ പതഞ്ഞ് വരും. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, ഉള്ളിയും ഇതേ കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ടേ. ഇത് ഈ ഉള്ളി ഇനിയൊന്ന് നമുക്ക് വറുത്തെടുക്കാം. പക്ഷെ ഇന്നുണ്ടല്ലോ ബിരിയാണിക്ക് ഇടേണ്ട നമ്മുടെ പൈനാപ്പിൾ കിട്ടിയില്ല കേട്ടോ. പൈനാപ്പിൾ ഞാൻ മറന്നുപോയി വാങ്ങാൻ. എനിക്കൊക്കെ പൈനാപ്പിളും കൂടെ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെടും. ഫ്രണ്ട്സ്, എനിക്ക് വിയർപ്പ് കാരണം ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചിരിക്കുവാണ്. ഇത് കണ്ടോ, കൈ ഇപ്പം പൊള്ളിയതാണ്. ട്രൈപോഡ് ഇല്ലല്ലോ. ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കുക്കിങ്ങും
ഇതും കൂടെ ഒരുമിച്ച് കാണിച്ചിട്ടാണ്, ക്യാമറയും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് പൊള്ളിയതാ പാത്രത്തിൽ കയറി. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഉള്ളി വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിട്ടു. എന്നാന്ന് വെച്ചാൽ ചിക്കനുള്ള സാധനങ്ങൾ ഇട്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം, എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി മസാലകൾ ചേർക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ എല്ലാ മസാലയും ഇതിൽ ചേർത്തിട്ടേ നന്നായിട്ട് പച്ചമണം മാറാനായിട്ട് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കുവാണേ. ഇത് കഴിഞ്ഞ് ശകലം തക്കാളി ഇട്ടു കേട്ടോ. ശകലം തന്നെ ഒരു തക്കാളി. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് കുറച്ചു നേരം ഒന്ന് വേവിക്കുക, തക്കാളി ഉടയുന്നവരെ. അപ്പോൾ ഗൈസ്, തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉടയ്ക്കണമെങ്കിൽ നിങ്ങളുടെ രീതിക്ക് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൽ ചിക്കൻ ഇടാം. അപ്പോൾ ഗൈസ്, ഇവിടെ ചിക്കൻ ഇട്ടു കേട്ടോ. കറിവേപ്പില കുറച്ചിട്ടു, ഉപ്പും ഇട്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഇളവിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അടച്ചു വെച്ച് വേവിക്കുവാണേ. ഇതിൽ നമ്മൾ ഒരു സാധനം കൂടെ ഇടണം, ഞാനത് മറന്നു പോയി. കുറച്ച് വറുത്ത ആ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പം ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇവർ രണ്ടുപേരും ഇവിടെ ക്രീം ബണ്ണൊക്കെ തിന്നു ഇരിക്കുവാണ്. എൻ്റെ ഏഞ്ചൽ കണ്ടോ, ക്രീം ബണ്ണൊക്കെ കഴിക്കുവാണ്. 24 മണിക്കൂറും ഗെയിമിലാണ് എൻ്റെ പുത്രി. ആഞ്ചി, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ പറഞ്ഞേ കൊച്ചോറ്. ഓക്കെ, ഗുഡ്. ഇപ്പോൾ ഗൈസ്, നന്നായിട്ട് ചിക്കൻ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് തീ കുറച്ച് വെക്കണം. ഞാൻ തീ തിളയ്ക്കാൻ വേണ്ടി കൂട്ടി വെച്ചത്. അല്ലെങ്കിൽ ഈ CNGയുടെ ഗ്യാസിനുണ്ടല്ലോ ഭയങ്കര ചൂടാണ്. നമ്മളെ മറ്റേ ഗ്യാസിൻ്റെ ചൂടുണ്ട് കേട്ടോ. ഇതിന് പെട്ടെന്നാണ് ഓരോന്നങ്ങ് തിളച്ച് വരും. നമുക്കിത് അടച്ചു വയ്ക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ചിക്കൻ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ദം ഇടാൻ പോവുകയാണ് കേട്ടോ. ഇനി നമുക്ക് ദം അങ്ങോട്ട് ഇടാം. ഞാനിവിടെ റെഡിയാക്കി വെച്ചിടുവാണ്. ചിക്കൻ കൂടുതലുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുതിന ഇലയും മല്ലി ഇലയും കൂടെ തൂക്കി കൊടുക്കാം. അത് കഴിഞ്ഞേ കുറച്ച് ഉള്ളി വറുത്തതും കൂടെ ഇടാം. നമ്മൾ കുറച്ച് മുന്തിരിയും കാഷ്യൂനട്ടും കൂടെ ഇടാം. നമുക്ക് അടുത്ത സെറ്റ് ഇടാം റൈസ്. രണ്ടാമത്തെ സെറ്റ് നമ്മൾ ഇട്ടു. നമുക്ക് ബാക്കി ഇരിക്കുന്ന ഉള്ളിയും സാധനങ്ങളും കൂടെ ഇടാം. ഇനി നമുക്ക് ശകലം നെയ്യും കൂടെ ഒഴിക്കാമേ. ഇനി നമുക്ക് ഇത് മൂടി വെക്കണം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ ഫോയിൽ പേപ്പർ വെച്ച് അത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം വെച്ച് അടയ്ക്കാം കേട്ടോ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, സർലാസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങളെ കാണിച്ചില്ല. അതൊന്നുമില്ല, നമ്മളതിലുള്ള ഗരം മസാലയൊക്കെ ഒത്തിരി നെയ്യിലിട്ട് മൂപ്പിച്ചിട്ട്, പിന്നെ പെരുംജീരകം ഉണ്ടല്ലോ, ബിരിയാണിയിലിടുന്ന ജീരകം, അതും ഇട്ട്, തക്കോലം അങ്ങനെയുള്ള എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് ഇട്ടുകൊള്ളണം. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ ഈ ജീരകശാല റൈസ് കഴുകി വെച്ചത് നമ്മൾ അതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കണക്ക് എടുക്കണം. അതായത് ആ വെള്ളാംശമൊക്കെ ഒന്ന് പോവാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് നെയ്യും ഒഴിച്ച്, ഇപ്പോൾ 1 കപ്പ് അരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിന് 1.5 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ചില ആൾക്കാർ 2 കപ്പൊക്കെ ഒഴിക്കാറുണ്ട് കേട്ടോ. അത് ഓരോ അരിക്കനുസരിച്ചായിരിക്കും അങ്ങനെ അവർ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ അവസാനം ദമ്മിടുന്നവർക്ക് ദമ്മിടാം, അല്ലാത്തവർക്ക് ദമ്മിടണമെന്നില്ല കേട്ടോ. അവർ അല്ലാതെ കഴിച്ചാൽ മതി. അപ്പം ഞാൻ ഇന്നിപ്പോൾ ദമ്മിട്ടാണ് ഉണ്ടാക്കി. കാരണം ഞാൻ ഒത്തിരി നാളായി ദം ഇട്ട് ഒരു ബിരിയാണി ഉണ്ടായിട്ട്. ഞങ്ങളിവിടെ ബിരിയാണി ഉണ്ടാക്കിയിട്ടേ കുറേ നാളായി കേട്ടോ. അപ്പം ഈ ദമ്മിട്ട് നമ്മൾ വെക്കുമ്പോൾ ഒന്നീ നമുക്ക് വലിയൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ഉള്ള പാത്രം ഉണ്ടെങ്കിൽ അതായത് ഇരുമ്പിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഈ ദമ്മിട്ട പാത്രം ഇറക്കി വെക്കുന്നതാണ് നല്ലത്. അതായത് ഞാൻ ആദ്യം ചോറ് വെച്ചപ്പോൾ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ, അതുപോലെ
വെക്കുന്നതാണ് തമ്മിന് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ എനിക്ക് അത്ര വലിയ പാത്രമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ ഡയറക്റ്റ് തീയിൽ ചെറിയ സിമ്മിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. 15 മിനിറ്റ് വേണ്ട, 15 മിനിറ്റോളം വെക്കാം. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ബിരിയാണി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എന്ത് വരുവായെന്ന്. നല്ല പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. വാവ്, ഇത് സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഞാൻ എടുക്കുന്നുള്ളൂ. നമുക്ക് കഴിച്ചിനി കാണിച്ചു തരാം. തൽക്കാലം ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ നിങ്ങളെ കാണിക്കാൻ. ഒരു പപ്പടം സർലാസ് ഉറച്ചെടുത്തു. അപ്പോൾ ഗൈസ്, ശകലം നാരങ്ങേര അച്ചാറും കൂടെ കേട്ടോ. അച്ചാറും കൂടെ ഇട്ടു. നീ കഴിച്ച് കാണിക്കാമേ. അപ്പൊ ഡിയർ ഫ്രണ്ട്സ്, ബിരിയാണി വെച്ച് സത്യം പറഞ്ഞാൽ തളർന്നു പോയി കേട്ടോ. അപ്പൊ ചേട്ടന് ഞാൻ ഒരു പീസ് ഇത് കൊടുക്കുവാണ് പിടി കേട്ടോ. ചേട്ടൻ പറയും ടേസ്റ്റ്. ഉഗ്ര ബിരിയാണിയാണ്. ഇതിന് ഞാൻ തിന്നിട്ട് പറയാം ഉഗ്രനാണോ അല്ലേ. കാണാൻ പറ്റില്ല. എല്ലാം നല്ല പെർഫെക്റ്റ് കേട്ടോ. അല്ലെങ്കിലും ഞാനുണ്ടല്ലോ കുറേ സമയം ഇരുന്ന് കുക്ക് ചെയ്യുന്ന ഒരു സാധനവും കൊള്ളൂല ഇതിന്. പെട്ടെന്ന് നമ്മളിങ്ങനെ കാട്ടിക്കൂട്ടുമല്ലേ, അതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണി എനിക്കൊന്ന് ഒരു വട്ടം ഞാൻ വെച്ചപ്പോഴേ വന്നിട്ടുള്ളത് തോന്നുന്നു. അതേ ടേസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ്. അപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇന്ന് തട്ടിയിട്ട് നാളെ തൊട്ട് പട്ടിണി അടക്കേണ്ടതാണ്. അപ്പം നല്ല തട്ടുന്ന് തട്ടണം. ഓക്കെ, അപ്പം ശരി, ബൈ.